ഇപ്പൊ എനിക്കെതിരെ ഒരു വ്യാജ ഓഡിയോ. നാണമുണ്ടോ ആരിഫെ? മുട്ടുകയാണെങ്കിൽ കളിക്കളത്തില് തന്റെ ഇടത്തില് ആണത്തത്തോടുകൂടി മുട്ടണ്ടോ സത്യം പറഞ്ഞിട്ട്? എന്നെ കുറിച്ച് ഒരു വ്യാജ ഓഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോ ഈ പാർലമെന്റ് പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കണോ മാഷേ? കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസം എത്ര കഴിഞ്ഞു? എന്തെങ്കിലും പുതിയതുണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും ശോഭാ സുരേന്ദ്രനെ ജനങ്ങൾക്കറിയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒന്നുകിൽ കരിമണൽ കർത്ത KC വേണുഗോപാലും ശിശ്ര മോളയുടെ ഗുണ്ടകളും രാജസ്ഥാനിലെ ഗുണ്ടകളും ചേർന്ന് എന്നെ കൊല്ലണം. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആരിഫെ, KC വേണുഗോപാലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കരിമണലിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ഉത്തരം പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമസ്കാരം. തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് വേദി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്താകമാനം എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ ഓരോ വോട്ടുകളും ഉറപ്പിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ ചെയ്തതും അല്ലാത്തതുമായ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ഓരോ സ്ഥാനാർത്ഥികളും തെക്കും വടക്കും ഓടി നടക്കുന്ന കാഴ്ചയാണ് മണ്ഡലത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിൽ ഇക്കുറി മത്സരം കടുത്തത് തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാരണവശാലും കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് ഇതുവരെയും ഉയർന്നിട്ടില്ലാത്ത ഒരു മണ്ഡലം തന്നെയാണ് ആലപ്പുഴ. എന്നാൽ ഇക്കുറി BJPയുടെ ഗർജിക്കുന്ന സിംഹിണി അഥവാ തീപ്പൊരി നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും വിശേഷിപ്പിക്കുന്ന BJPയുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് മത്സരത്തിന് വേണ്ടി എത്തുമ്പോൾ ആലപ്പുഴ ഗ്ലാമർ മണ്ഡലമായി മാറുന്നു എന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർജീവമായി കിടന്നിരുന്ന ആലപ്പുഴയിൽ രാഷ്ട്രീയ അണികളും പ്രവർത്തകരും ഇപ്പോൾ ഒരേ സ്വരത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആലപ്പുഴയിൽ ഓരോ സ്ഥാനാർത്ഥികളും അവരവരുടെ പ്രചരണം ഒരു വട്ടം പൂർത്തിയാക്കുന്ന വേളയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ശക്തമായ ഒരു തീ കൊടുങ്കാറ്റ് പോലെ ആലപ്പുഴയുടെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആലപ്പുഴയുടെ സ്വന്തം മക്കളായ KC വേണുഗോപാലും സിറ്റിംഗ് MP കൂടിയായ ആരിഫും ഇപ്പോൾ ആലപ്പുഴയിൽ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആലപ്പുഴ നിവാസികൾ തന്നെ പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞു വോട്ട് നേടുവാൻ, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ കക്ഷികൾ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസനങ്ങൾ പറഞ്ഞ് വോട്ട് നേടുവാൻ KC വേണുഗോപാലിനും ആരിഫിനും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പല സന്ദർഭങ്ങളിലും ആലപ്പുഴയുടെ MLA ആയും MP ആയുമെല്ലാം ഇരുന്നിട്ടുള്ള ആരിഫും വേണുഗോപാൽ ഏതാണ്ട് 1996 മുതൽ ആലപ്പുഴയിൽ MLA ആയിരുന്ന ആളാണ്. നാളിതുവരെയും രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ആലപ്പുഴയുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ KC വേണുഗോപാലിനും ആരിഫിനും എന്ത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആലപ്പുഴയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് ആലപ്പുഴ നിവാസികൾ ഒരേ സ്വരത്തിൽ ഇവരോട് ചോദിക്കുന്നത്. ഓരോ പ്രചരണ പരിപാടിയിലും KC വേണുഗോപാലും ആരിഫും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ചോദ്യവും ഇത് തന്നെയാണ്. നിങ്ങൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്താണ് ആലപ്പുഴയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത്? വിഴിഞ്ഞം തുറമുഖം വരെ അന്താരാഷ്ട്ര തുറമുഖമായി മാറുന്ന വേളയിൽ എന്തുകൊണ്ടാണ് ആലപ്പുഴയ്ക്ക് ഇത്രത്തോളം യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ലഭ്യമാകാതെ പോയത്? എന്തുകൊണ്ടാണ് ആലപ്പുഴയിലെ കരിമണൽ ഉപയോഗിച്ചുകൊണ്ട് കാട്ടുകള്ളന്മാർ, KC വേണുഗോപാൽ അടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആലപ്പുഴയിലെ ധാതു സമ്പുഷ്ടമായ മണൽ അത്രയും വിറ്റ് കാശ് മേടിക്കുന്ന വക്താക്കളിൽ പ്രമുഖനായി വേണുഗോപാൽ മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വേണുഗോപാലിന് കൃത്യമായ പങ്കുകൾ ഉണ്ട് എന്ന് കണക്കുകൾ സഹിതം പുറത്തുവിട്ടത്, രേഖാസഹിതം പുറത്തുവിട്ടത്. കൂടുതൽ ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായ രേഖകൾ നൽകാം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ടല്ല, അല്ലെങ്കിൽ ഒരു കുപ്രചരണമല്ല. KC വേണുഗോപാൽ ആലപ്പുഴയിലെ കരിമണൽ കട്ടുവിറ്റു, അല്ലെങ്കിൽ കരിമണൽ ഖനനത്തിലൂടെ കോടീശ്വരനായി മാറി എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ഗുരുതരമായ ഈ ആരോപണത്തിന് KC വേണുഗോപാൽ ഈ നിമിഷം വരെയും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ മൗനം അവലംബിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികളും ചോദിക്കുന്നത്. തങ്ങളുടെ ധാതു സമ്പുഷ്ടമായ തീരപ്രദേശങ്ങളെല്ലാം വിറ്റു തുലച്ചുകൊണ്ട് ഇവർ ഞങ്ങളെ തന്നെ മുടിപ്പിക്കുകയായിരുന്നു എന്നാണ് ആലപ്പുഴ നിവാസികൾ എടുത്തു ചോദിക്കുന്നത്. ഡൽഹിയിലെ തന്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളും ഒരുമിച്ച് KC വേണുഗോപാൽ നടത്തിയ കോടികളുടെ കരിമണൽ ഖനനത്തെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ
കുറെ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് ആരോപണങ്ങൾ മാത്രമല്ല, താൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഒരു കാരണവശാലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. ഇത് കൃത്യമായ വസ്തുതകളാണ്, തന്റെ കയ്യിൽ ഇതിന് കൃത്യമായ രേഖകളുണ്ട്. ആര് ഏത് സമയത്തും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടാൽ താൻ ഈ രേഖകൾ സമർപ്പിക്കേണ്ട സ്ഥലത്ത് സമർപ്പിക്കാം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ ഇതിനെതിരെ ഒരു കാരണവശാലും ഒരു വാക്കുപോലും, അഥവാ ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്നോ അല്ലെങ്കിൽ ആരോപണം മാത്രമാണെന്നോ പറയുവാൻ ഇതുവരെയും KC വേണുഗോപാൽ നാവനക്കിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. പകരം KC വേണുഗോപാൽ ഒരു കേസ് ശോഭാ സുരേന്ദ്രനെതിരെ കൊടുത്തിരിക്കുന്നു. കൃത്യമായ തന്റെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ ജനങ്ങൾക്ക് മുൻപിൽ ഇത് പറയാത്തത്? അഥവാ ശോഭാ സുരേന്ദ്രൻ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സത്യസന്ധമായ വസ്തുതകൾ ഉണ്ടെങ്കിൽ അവ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അത്തരം രേഖകൾ സമർപ്പിക്കട്ടെ, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അവരത് സമർപ്പിക്കട്ടെ എന്ന് എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ പറയാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികൾ എടുത്തു ചോദിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ കഴക്കൂട്ടത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഓഡിയോ പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ ഓഡിയോ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ഈ ഓഡിയോ ഇപ്പോഴത്തെ MP ആയ ആരിഫും ആലപ്പുഴയിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രചരണായുധമായി മാറ്റുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ആരിഫിനെതിരെ കടന്നു കയറിക്കൊണ്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ആരിഫ് മാഷെ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? രാഷ്ട്രീയപരമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് നേടാൻ ശ്രമിക്കൂ. ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്ര നാളും എന്താണ് ചെയ്തത്? ഒരു കാരണവശാലും ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത ആളുകൾ, സത്യസന്ധമല്ലാത്ത വാക്കുകൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം ഇനിയും നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് ഉപേക്ഷിക്കാറായില്ലേ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഒരു പൊതുയോഗത്തിൽ ആരിഫിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചത്. ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവ് പ്രത്യേകതകൾ ഏറെയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. എവിടെ അവർ മത്സരത്തിനെത്തിയാലും അവിടെയെല്ലാം BJPക്ക് അനുകൂലമായ വളക്കൂറുള്ള ഒരു മണ്ണാക്കി മാറ്റുന്ന സ്വഭാവം തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. ഇത്രയധികം വോട്ട് ആർജിക്കാൻ കഴിവുള്ള BJPയിൽ മറ്റു നേതാക്കൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ വക്താക്കളായ KC വേണുഗോപാലിനും ആരിഫിനും കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ശോഭാ സുരേന്ദ്രന്റെ കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ പറയുന്നു, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വോട്ട് ശതമാനം 1.5 ലക്ഷത്തിലധികമാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയത്. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 2,48,000 ശിഷ്ടം വോട്ടാണ് അവർക്ക് നേടാൻ സാധിച്ചത്. കേവലം 1 ലക്ഷം വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJPക്ക് 1.5 ലക്ഷം വോട്ടിന്റെ മേൽക്കൈയാണ് ശോഭാ സുരേന്ദ്രൻ നേടിക്കൊടുത്തത് എന്നോർക്കുമ്പോൾ തീർച്ചയായും ആലപ്പുഴയിൽ ഇപ്പോൾ BJPക്കുള്ള വോട്ട് 1 ലക്ഷം തന്നെയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ BJP എന്ന പ്രസ്ഥാനത്തിനുള്ള വോട്ട് 1,87,000 വോട്ടുകളാണ്. 1 ലക്ഷം വോട്ടുകൾ കൂടി കൂടുതൽ പിടിക്കുവാൻ ശോഭാ സുരേന്ദ്രൻ എന്ന ഝാൻസി റാണിക്ക് കഴിയുമെങ്കിൽ ആലപ്പുഴയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2024 ഏപ്രിൽ 26 നടക്കാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ആലപ്പുഴയിൽ 1,87,000 വോട്ടുകൾ BJPക്കുള്ളപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ ആ മണ്ഡലത്തിലെ അണികളെ ഉണർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ, പുതിയ വോട്ടിംഗ് ശതമാനം കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും 1 ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രന് കളക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്ന ആലപ്പുഴയിൽ താമര പൂക്കും തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതകൾ തങ്ങൾ കാണുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ സർവേകൾ രേഖപ്പെടുത്തുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയാണ് KC വേണുഗോപാലും ആരിഫും ഏറെ വിയർക്കുന്നതും പണ്ട് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ഓഡിയോ ക്ലിപ്പുകളുമായി രംഗത്തെത്തുന്നതും. എന്നാൽ ഇപ്പോൾ ആലപ്പുഴ നിവാസികൾ എല്ലാവരും എടുത്തു ചോദിക്കുന്നത് ഇതാണ്, പലവട്ടം MLAയും MP-യുമായിരുന്ന ആരിഫും KC വേണുഗോപാലും ആലപ്പുഴയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? കാലാനുസൃതമായ ചില മാറ്റങ്ങളല്ലാതെ ആലപ്പുഴയിൽ മറ്റെന്ത് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന രീതിയിൽ ആലപ്പുഴയിലെ കുട്ടികൾക്ക് പഠിക്കുവാൻ പോലും ഒരു നല്ല സ്ഥാപനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ആലപ്പുഴയെ ഇവർ അധപ്പതിപ്പിച്ചു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ആലപ്പുഴ നിവാസികളും ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി. ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് പാർലമെന്റിൽ എത്തുവാൻ സാധിക്കുകയാണെങ്കിൽ എന്നെ വ്യക്തിപരമായി ശോഭാ സുരേന്ദ്രൻ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുവാൻ എന്നെ വ്യക്തിപരമായി അറിയാവുന്ന
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നയാൾ അവിടെ പോയി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ആലപ്പുഴയ്ക്ക് വേണ്ടി ഒന്നും സംസാരിക്കാതിരിക്കുന്നതിൽ എന്താണ് ആലപ്പുഴയ്ക്ക് നേട്ടം? അതുകൊണ്ട് നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ, പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായി അറിയാമെന്ന, പ്രധാനമന്ത്രിയുമായി വ്യക്തിപരമായി ബന്ധമുള്ള ശോഭാ സുരേന്ദ്രനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കൂ. ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് ചെയ്യാനാകും. അത് ശോഭാ സുരേന്ദ്രൻ എന്ന MP-യിലൂടെ ആലപ്പുഴയിൽ നടപ്പാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുന്നു എന്നറിഞ്ഞതോടുകൂടി തന്നെ UDF-ന്റെയും LDF-ന്റെയും കിളി പോയി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ആലപ്പുഴ പിടിച്ചടക്കും എന്ന് തന്നെയാണ് ചില അഭിപ്രായ സർവേകളും സൂചിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു തങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നത്, അപ്പൊ നമ്മുടെ പാർട്ടിയിലെ ആലിഹാജി എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ ഞങ്ങള് മുസ്ലിമിനെതിരായിട്ടുള്ള ഒരു പാർട്ടിയാണോ? പക്ഷെ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ശ്രമിക്കുമ്പോ ലോക നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ചില ഭീകരവാദ സംഘടനകൾ അവർ ഇന്ത്യയിലേക്ക് വന്ന് പാവപ്പെട്ട മുസ്ലിം ഉമ്മയുടെ മകനെ ഭീകരവാദത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ഒറ്റ കാര്യം മാത്രമേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞുള്ളൂ: ഇവിടത്തെ രാജ്യസ്നേഹികളായ മുസ്ലിം മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയും, ഭീകരവാദിയെ തളയ്ക്കാനും എനിക്കറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോയത്. രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരികൾ അവർ മാറ്റത്തിനെ ആഗ്രഹിക്കുകയാണ്. സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവരെല്ലാവരും ഇതിന്റെ ആനുകൂല്യം ഉപയോഗിക്കുകയാണ്. ഒരു ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ നിങ്ങൾ രാഷ്ട്രീയക്കാർ MLA ആയാൽ, MP ആയാൽ, മന്ത്രി ആയാൽ, കേന്ദ്രമന്ത്രി ആയാൽ, മുഖ്യമന്ത്രി ആയാൽ, പ്രധാനമന്ത്രി ആയാൽ നിങ്ങൾ സേവകരായിരിക്കണമെന്ന് പഠിപ്പിച്ച നമ്മുടെ ദീനദയാൽ ഉപാധ്യായജിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി അത് തന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ മോദിജിയോടൊപ്പം ഇരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഒരവസരം നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വരാൻ പോകുന്ന നാളുകളിൽ, ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ കേട്ടതിനും ഇന്ന് രാവിലെ മുതൽ കുറെ ബൈക്കുകൾ, 100-200 ബൈക്കുകൾ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ കൂടെ വന്ന എല്ലാ ബൈക്കുകളും, എല്ലാ സഹപ്രവർത്തകന്മാരെയും ഞാൻ പരിപാടി അവസാനിപ്പിക്കുന്നത് വരെ നാളെ മുതൽ എനിക്ക് കാണണം. ഒരാൾ പോലും മടങ്ങിപ്പോയാൽ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആരും മടങ്ങിപ്പോകണ്ട. എന്താണ്, പരിപാടി കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ ഒരുമിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത് എന്നിട്ട് മാത്രം തൽക്കാലം വീട്ടിൽ പോയാൽ മതി എന്നുകൂടി ഞാൻ എന്റെ സഹപ്രവർത്തകർ, പോയ ആളുകൾ ഈ പ്രസംഗം ലൈവായിട്ട് കേൾക്കുന്നുണ്ടാകും, അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ എല്ലാ സുഹൃത്തുക്കളോടും, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും ഹൃദയപൂർവ്വം ഞാൻ എന്നെ സ്വീകരിച്ചതിന്, കണ്ടതിന്, അതുപോലെ തന്നെ എന്നോടൊപ്പം യാത്ര ചെയ്തതിന്, നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കാലമായി പ്രവർത്തിക്കുന്നതിന് എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ കാലം വരാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് മോദിജി പറഞ്ഞു, ഇന്നലെ പത്തനംതിട്ടയിൽ അദ്ദേഹം പ്രസംഗിച്ചു, 12,000 ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വൽ യോജനയുടെ ഫ്രീ കണക്ഷൻ കൊടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മിണ്ടിയില്ല, കോൺഗ്രസ് മിണ്ടിയില്ല, അത് മൂടി വെച്ചു. പാവപ്പെട്ട അമ്മയ്ക്ക് അറിയില്ല ആരാ കൊടുത്തത്. അമ്മയ്ക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്ത് ഈ ഗ്യാസ് വിൽപ്പന നടത്തുന്ന ഏജൻസി ഉണ്ടല്ലോ, ഏജൻസി ഗ്യാസിന്റെ കുറ്റി കൊടുക്കാൻ പോകുമ്പോ കൂടെ പോകുന്നത് മാർക്സിസ്റ്റുകാരനാണെങ്കിൽ മാർക്സിസ്റ്റുകാരൻ പറയും ഇത് പിണറായി തന്നതാണ്. പോകുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് പറയും ഇത് നമ്മുടെ ആളാട്ടോ തന്നത്. ഇതാണിപ്പോ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിജി പറഞ്ഞത്, എന്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാ കണക്കുമുണ്ട്. ഞാൻ 12,000 ഉജ്ജ്വൽ യോജന കണക്ഷൻ അവിടെ കൊടുത്തു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 18,000 ഉജ്ജ്വൽ യോജന കണക്ഷൻ, ഫ്രീ കണക്ഷൻ കൊടുത്തു. കിട്ടി. ഇവിടുത്തെ അമ്മമാർക്ക് മോദിജിയാണ് നൽകിയത്. പാവപ്പെട്ട പണക്കാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സബ്സിഡി ഉപേക്ഷിക്കണം. നിങ്ങൾ സബ്സിഡി ഉപേക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ട ഉമ്മയ്ക്കും അമ്മയ്ക്കും അമ്മച്ചിക്കും അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി സൗജന്യമായിട്ട് ഉജ്ജ്വല യോജന പദ്ധതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകാൻ 400 സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ആ 400ന്റെ കൂടെ, അതായത് നമ്മുടെ ഘടകകക്ഷികൾക്കും BJP-ക്കും ചേർന്ന് 400 സീറ്റോളം കിട്ടും. അതിന്റെ കൂടെ നമുക്ക് ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് ഒരു ചെറിയ താമരയെ വിജയിപ്പിച്ചുകൂടെ എന്നുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എനിക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ആലപ്പുഴയിലെ സഖാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിൽ
പെൺകുട്ടികളുടെ മാനം നഷ്ടപ്പെട്ടപ്പോ ഈ കേരളത്തിന്റെ തെരുവീതികളിൽ 20 വർഷത്തെ നീണ്ട പോരാട്ടം നടത്താൻ, അത് നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ഏതൊരു കുടുംബത്തിലാണെങ്കിലും അത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കക്ഷിക്കും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായിക്കൊണ്ട് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ധീരമായ പ്രവർത്തനം നടത്താൻ, പോരാട്ടം നടത്താൻ ഞാൻ ഈ പൊതുമണ്ഡലത്തിൽ നിന്നിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഈ ആലപ്പുഴയിൽ എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് 2 ടൈം പ്രവർത്തിച്ച സമയത്ത് മഹിളാ മോർച്ചയുടെ നിരന്തരം സമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ശോഭാ സുരേന്ദ്രന് വോട്ട് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ സഹോദരിയായതുകൊണ്ട്, നിങ്ങളുടെ അമ്മ കരഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ കരയാൻ സാധിക്കുന്ന ഒരു മനസ്സുള്ളത് കൊണ്ട്, ശോഭാ സുരേന്ദ്രന് മറ്റൊന്നും വേണ്ടാത്തത് കൊണ്ട് ഇപ്പൊ എനിക്കെതിരെ ഒരു വ്യാജ ഓഡിയോ, നാണമുണ്ടോ ആരിഫെ? മുട്ടുകയാണെങ്കിൽ കളിക്കളത്തില് തന്റെ ഇടത്തില് ആണത്തത്തോടുകൂടി മുട്ടണ്ടോ സത്യം പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു വ്യാജ ഓഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോ ഈ പാർലമെന്റ് പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കണോ മാഷേ? കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസം എത്ര കഴിഞ്ഞു? എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും ശോഭാ സുരേന്ദ്രനെ ജനങ്ങൾക്കറിയാം. കാരണം ഞാൻ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ എനിക്ക് എന്റെ മുതിർന്ന ആളുകൾ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യമുണ്ട്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. കെ.സി. വേണുഗോപാലും ആരിഫും കരിമണൽ കർത്തയുടെ കൂട്ടുകാരായതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലെ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒന്നുകിൽ കരിമണൽ കർത്ത കെ.സി. വേണുഗോപാലും ശിശ്ര മോളയുടെ ഗുണ്ടകളും രാജസ്ഥാനിലെ ഗുണ്ടകളും ചേർന്ന് എന്നെ കൊല്ലണം. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആരിഫെ, കെ.സി. വേണുഗോപാലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കരിമണലിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ഉത്തരം പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് തെരഞ്ഞെടുപ്പ് വിഷയമല്ല, ഇവിടത്തെ പാവപ്പെട്ടവന്റെ പണം കവർന്നെടുക്കുന്ന വിഷയമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം.